വെൽക്കം ടു സ്റ്റോറി മങ്ക്. നമ്മൾ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത്രയും നീണ്ടതാണോ എന്ന സംശയം നിലനിർത്തിക്കൊണ്ട് തന്നെ അത്രയും നീണ്ടതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കാണോ, അതോ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്ന നേതാക്കൾക്കാണോ, അതോ രാഹുൽ ഗാന്ധിക്ക് മാത്രമാണോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള 4-ാം തീയതി ഫലം വരുന്നു. ഇന്ന് 11-ഓ 12-ഓ ആയിരിക്കുന്നു. ഈ ദിവസങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. വോട്ടെടുപ്പ് ഏപ്രിൽ 9-ന് കഴിഞ്ഞതാണ്. ഏപ്രിൽ 9-ന് ശേഷം ഏതാണ്ട് ഒരു മാസം വോട്ടെണ്ണലിന് ഇടയ്ക്കുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ എന്തുകൊണ്ടാണ് അധികാരത്തിലെത്തുകയാണെങ്കിൽ നേതാവ് ആരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചൊരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? ഇതിവിടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല. മുൻപ് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ വോട്ടെണ്ണിയതിന് ശേഷം കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷമാണ് നേതൃത്വത്തെക്കുറിച്ചുള്ള തർക്കങ്ങളുണ്ടായത്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും 3-4 ദിവസം കൊണ്ട് നേതാവിനെ തീരുമാനിക്കാൻ സാധിച്ചുവെങ്കിൽ കേരളത്തിൽ ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ പഴയ KPCCയുടെ മുൻ പ്രസിഡൻറ്റുമാർ, മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായിട്ടിരിക്കുന്നവർ, ഇവരെയൊക്കെ വിളിച്ച് ചർച്ച നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തി ഒടുവിൽ ഇതാണ് നേതൃത്വത്തിലേക്ക് എല്ലാവരുടെയും അഭിപ്രായം കേട്ട ശേഷം ഞങ്ങളുടെ തീരുമാനം എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനാണോ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത് എന്ന ചർച്ച അവിടെ ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഒരാളെ നേതൃത്വത്തിലേക്ക് തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കോൺഗ്രസിൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ബഷീർ, ഞാൻ സംസാരിച്ചപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഇത് നേരത്തെ ഹൈക്കമാൻഡിന് ഇടപെടാമായിരുന്ന ഒരു കാര്യമല്ലേ? ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കർണാടകത്തിലൊക്കെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഭിന്നമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ വലിയൊരു സേ ഓൾറെഡി ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ നേരത്തെ തീരുമാനിക്കാമായിരുന്നല്ലോ ആരാണ് CLP ലീഡർഷിപ്പിലേക്ക് വരിക എന്നുള്ളത്. അത് സംബന്ധിച്ചൊരു ധാരണ നേരത്തെ ഉണ്ടാക്കാമായിരുന്നല്ലോ. അതിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളുടെ പല തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിലയിരുത്തുമ്പോൾ വോട്ട് ചോരി ഉൾപ്പെടെ, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവനും മിസ്യൂസ് ചെയ്തുകൊണ്ട് BJP ഭരണം പിടിച്ചെടുക്കാൻ നോക്കുന്നു. ഇത് ഹരിയാനയിൽ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ രാഹുൽ ഗാന്ധി വലിയ തോതിൽ ഈ കാര്യം ക്യാമ്പയിൻ ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ജനാധിപത്യ വിരുദ്ധമായി വോട്ട് കവർന്നെടുക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സിന് കിട്ടേണ്ട ജനവിധി കിട്ടാതെ പോകുന്നത് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതിൽ വസ്തുതാപരമായി ശരിയൊക്കെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, രാജ്യം അത് വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ആളെന്ന നിലയിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം, ദേശീയ നേതൃത്വം ഒന്നാകെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലും നേരിട്ട് പരിഹരിക്കാൻ കഴിയാത്തത്രയും ഇന്നെഫിഷ്യൻ്റ് ആയിരിക്കുന്നു എന്ന് അവരുടെ ഹോം സ്റ്റേറ്റ് എന്ന് പറയാവുന്ന സ്ഥലത്ത് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഹോം സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ഇപ്പോൾ നിലവിലുള്ള MP ആയി തുടരുന്ന സംസ്ഥാനമാണ് കേരളം. സംഘടനാകാര്യ സെക്രട്ടറിയുടെ ഹോം സ്റ്റേറ്റാണ് കേരളം. കേരളവുമായി യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് വീണ, ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ കോൺഗ്രസ് പാർട്ടി ഇറേസ് ചെയ്യപ്പെട്ടു പോകും എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ കേരളമാണ് കോൺഗ്രസിനെ താങ്ങി നിർത്തിയത്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് അവർക്ക് നേരിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ മാസത്തിൽ 1 തവണയെങ്കിലും കേരളത്തിൽ വന്നു പോകുന്നു ഇവരിൽ ആരെങ്കിലുമൊക്കെ. ആ വിധത്തിൽ നേരത്തെ ഉത്തർപ്രദേശിനോട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ബന്ധം ഇപ്പോൾ, അല്ലെങ്കിൽ ഒരു ആശ്രിതത്വം എന്ന് പറയാവുന്ന ബന്ധമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് കേരളത്തോട് എന്ന് പറയാം. അതുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്തവരാണ്, അതല്ലെങ്കിൽ അത് ഏതെങ്കിലും പ്രാദേശിക നേതാക്കൾ വിശദീകരിച്ചിട്ട് വേണം അതറിയാൻ എന്നൊരു സാഹചര്യമേ ഇല്ല. രണ്ടാമത്തെ പ്രശ്നം രാജീവ് പറഞ്ഞതാണ്. വിജയിക്കും എന്ന് കോൺഗ്രസ് പാർട്ടി നേരത്തെ അവകാശപ്പെട്ടിട്ടുണ്ട്. എക്സിറ്റ് പോളുകളെയോ ഒപ്പീനിയൻ പോളുകളെയോ ഒന്നും കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അംഗീകരിച്ചിട്ടില്ല. ഈ ഒപ്പീനിയൻ പോളുകളെ മുഴുവൻ മറികടന്ന് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത്. സതീഷിനെ പോലുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ച് 100 സീറ്റ് നേടും എന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത്. മറ്റ് നേതാക്കളും വലിയ വിജയം നേടും എന്ന് പറയുന്നു.
ഏതായാലും അവർക്ക് 25 ദിവസത്തിലധികം കയ്യിലുണ്ടായിരുന്നു. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ വോട്ടെടുപ്പിന് മുമ്പ് ഒരു പക്ഷേ നേതാവിനെ തീരുമാനിക്കാതിരുന്നത് സ്ട്രാറ്റജിക്കലാണ്. ഇപ്പോൾ കോൺഗ്രസ് പോലെ അങ്ങേയറ്റം ഗ്രൂപ്പിനാൽ കലുഷമായ ഒരു പാർട്ടിയിൽ, പല പല ഗ്രൂപ്പുകൾ പല പല ദിക്കിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചാൽ ഒരു പക്ഷേ വേറെ തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമായിരിക്കാം. വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞു, 4 ആഴ്ചയോളം ഉണ്ടായിരുന്നു. ഈ 4 ആഴ്ചക്കിടയിൽ പോലും വിജയിച്ചു വന്നാൽ പിന്നീടൊരു തർക്കം ഉണ്ടാകരുത് എന്ന തരത്തിലേക്ക് അതിനെ കൊണ്ടുപോയി എത്തിക്കാൻ പരാജയപ്പെട്ടത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ്. അവിടെ എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വോട്ടെടുപ്പ് കഴിയുന്നു, വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല, അതിനിടയിൽ ഈ നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ അത് ഒരു പ്രിമച്വറായിട്ടുള്ളൊരു ചർച്ചയാണ്, അല്ലെങ്കിൽ ഇതാ അധികാരം കിട്ടാൻ പോകുന്നു എന്ന ധാരണയിൽ ഇപ്പം തന്നെ കസേരകളി തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള മട്ടിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടാനുള്ളൊരു സാധ്യത. അത് ജനങ്ങളുടെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ അല്ലേ? പക്ഷെ ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ഹൈക്കമാൻഡിന് അതിൻ്റെ ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഒരു ധാരണയിലെത്താമല്ലോ. മാധ്യമങ്ങളെല്ലാം അറിഞ്ഞുകൊള്ളണം എന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാം പരസ്യമായി ചെയ്യണം എന്നുമില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ പബ്ലിക്കിന് മുമ്പിലേക്ക് ഈ വിഴുപ്പലക്കലില്ലാതെ കാര്യം അവസാനിക്കണം. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭാവി നേതാവ് ആര് എന്നതിനെ ചൊല്ലി അഭിപ്രായ വ്യത്യാസം നേരത്തെ തന്നെ പ്രകടമായിട്ടുണ്ട് അതാണ് സാഹചര്യമെങ്കിൽ പോലും ഈ 25 ദിവസത്തിനിടയിൽ ദേശീയ നേതൃത്വത്തിന് കേരളത്തിലെ നേതാക്കളെ വിളിച്ചിരുത്തി വിജയം ലഭ്യമാവുകയാണെങ്കിൽ, വിജയിച്ചു വരികയാണെങ്കിൽ കാലുഷ്യമില്ലാതെ പോകണം എന്ന മട്ടിൽ അതെങ്ങനെയെല്ലാം വിഭജിക്കണം, ആരായിരിക്കണം, ഏതെല്ലാം ചുമതലകളിലേക്ക് എത്തണം എന്നത് തീരുമാനിക്കാൻ അത്രയും ദിവസമുണ്ടായിട്ടും അത് ചെയ്തില്ല എന്നതാണ്. യഥാർത്ഥത്തിലൊരു മന്ത്രിസഭാ രൂപീകരണത്തിന് 1-2 ആഴ്ച എടുക്കുന്നതിനെ ചൊല്ലിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയും സാവകാശം കിട്ടിയിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളല്ല, ഇതിന് നേതൃത്വം നൽകുന്ന ഹൈക്കമാൻഡ് അതിനവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ആ പാർട്ടിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ അറ്റുപോകുന്ന കാര്യം എന്ന് പറയാം. അതിൽ വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മധ്യപ്രദേശ് ആണെങ്കിലും രാജസ്ഥാനാണെങ്കിലും കർണാടകയാണെങ്കിലും ഒക്കെ ഈ മുൻകൂട്ടി ഒരു നേതാവിനെ തീരുമാനിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയ അവിടെ എവിടെയും നടന്നിട്ടില്ല. രാജസ്ഥാനിൽ ആ ഇലക്ഷൻ, അത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലീഡ് ചെയ്തത് അന്നത്തെ PCC പ്രസിഡൻ്റായിരുന്ന സച്ചിൻ പൈലറ്റായിരുന്നു. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നു. ഇവരാണ് ഇലക്ഷൻ റൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ഷൻ ലീഡ് ചെയ്യുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാജസ്ഥാനിൽ 3 ദിവസത്തിനകം സച്ചിൻ പൈലറ്റിനെ പറഞ്ഞ് എന്താ പറയുക, ഒരു സമവായത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അശോക് ഗെഹ്ലോട്ടിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അശോക് ഗെഹ്ലോട്ട് അവിടെ മത്സരിച്ചിരുന്നു എന്നുള്ള വസ്തുത അവിടെയുണ്ട്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് എല്ലാ ക്ലെയിമും ഉണ്ടായിരിക്കെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് കമൽനാഥിനെ മുഖ്യമന്ത്രിയാക്കുന്നത് അത് 4 ദിവസം കൊണ്ട് തീരുമാനിക്കുന്നു. ഇതൊക്കെ പോസ്റ്റ്പോളാണ് ചെയ്യുന്നത്. മധ്യപ്രദേശിൽ പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യ MLA-മാരുമായി രാജിവെച്ചിറങ്ങി BJPയുടെ കൂടെ പോവുകയും BJPയുടെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ അധികാരത്തിലേക്ക് വരികയും ചെയ്തു എന്നുള്ള സിനാരിയോ അവിടെയുണ്ട്. രാജസ്ഥാനിൽ അത് സംഭവിച്ചില്ല. കർണാടകത്തിൽ DK ശിവകുമാർ ആയിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ സ്ഥാനാർത്ഥി നിർണയം, ഫണ്ടിങ്, പ്രചരണ നേതൃത്വം ഇതെല്ലാം നിയന്ത്രിച്ചിരുന്നത് DK ശിവകുമാറായിരുന്നു. DK ശിവകുമാറിനെ മാറ്റിക്കൊണ്ടാണ് MLA-മാരുടെ പിന്തുണ എന്നുള്ള ഘടകം വെച്ചുകൊണ്ട് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുന്നത്. ഇതൊക്കെ പോസ്റ്റ്പോളാണ് ചെയ്തത്. അപ്പോൾ അതേ പ്രക്രിയ കേരളത്തിലും ചെയ്തു എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിലുപരിയായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് പാർലമെൻറ്റ് അംഗമായി. അതിനുശേഷം വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി രാജിവെച്ച ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് ലോക്സഭയിലേക്ക് പോകുന്നു. രാഹുലിനും പ്രിയങ്കയ്ക്കും കേരളത്തിൽ നേതാക്കളുമായും പ്രവർത്തകരുമായും ഘടകകക്ഷികളുമായും, കോൺഗ്രസിൻ്റെ നേതാക്കളുമായും പ്രവർത്തകരുമായും മാത്രമല്ല ഘടകകക്ഷികളുമായിട്ടും വലിയ ബന്ധമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു കേരളത്തിൽ എന്നുള്ളതാണോ? അതെ, അതുകൊണ്ട് തന്നെ അതായത് ഈ ഒരു ഇപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ആഴ്ചകളിൽ എന്താണ് കേരളത്തിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സീനിൽ എന്താണ് സംഭവിക്കേണ്ടിയിരുന്നത്? കേരളത്തിൻ്റെ ഒരു പക്ഷേ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു വലിയ തോൽവി, ദി ലാസ്റ്റ് സൈൻ പോസ്റ്റ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിധത്തിലുള്ള ഒരു തോൽവി, വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു.
ഇടതുപക്ഷമില്ലാത്ത ഒരു 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 ഇന്ത്യൻ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭരണമില്ലാത്ത അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു. 10 വർഷത്തിന് ശേഷം ഭരണം കോൺഗ്രസ്സിന് തിരിച്ചു കിട്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം ചാർത്തപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ ഘട്ടത്തിൽ ചർച്ചയാവേണ്ടിയിരുന്നത്? വളരെ ഡീറ്റെയിൽഡായി CPIMൻ്റെ പരാജയം അനലൈസ് ചെയ്യപ്പെടേണ്ട സമയമായിരുന്നു. ലെഫ്റ്റിൻ്റെയും പരാജയം വളരെ ഡീറ്റെയിൽഡായി. എന്താണ് അതിൻ്റെ കാരണങ്ങൾ? എവിടെയാണ് അവർക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് അവർക്കൊരു എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് സംഭവിച്ചത്? എന്തായിരുന്നു വീഴ്ച? ഈ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട സമയമായിരുന്നു ഒരു സൈഡിൽ. മറ്റൊരു സൈഡിൽ സർക്കാർ അധികാരമേൽക്കുകയും അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളെ മുൻനിർത്തിയുള്ള കാര്യപരിപാടികൾ ആവിഷ്കരിക്കുകയും ചെയ്യേണ്ട സമയമായിരുന്നു ഈ ആഴ്ച, ഈ ദിവസങ്ങൾ. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗാളിൽ ഇവിടെ പ്രഖ്യാപിച്ച പോലെ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്ത്രീകൾക്ക് സൗജന്യം ആദ്യ ഉത്തരവായി വന്നു. തമിഴ്നാട്ടിൽ പുതിയ നടപടികൾ വരുന്നു. ഇവിടെ അത് നടക്കുന്നില്ല. ഇവിടെ കേരളത്തിന് ഉള്ള സവിശേഷമായ സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായുള്ള പ്രോക്സിമിറ്റി. വളരെ അടുത്ത ബന്ധമുള്ള സംസ്ഥാനമാണ് കേരളം. ഈ ഒരു ക്രൈസിസിനെ കോൺഗ്രസ്സിന് ഒരു നിലക്കും ഈ ഒരു കാലവിളംബത്തെ കോൺഗ്രസ്സിന് ഒരു നിലക്കും വിശദീകരിക്കാൻ ഇതിന് വേറൊരു ആസ്പെക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോക്സിമിറ്റി ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി നല്ല ബന്ധമാണ്, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായി നല്ല ബന്ധമാണ്, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളുമായിട്ടും നല്ല ബന്ധമാണ്. അപ്പോൾ ഈ നേതാക്കളുമായി അടുത്ത ബന്ധം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. അതേസമയം കണ്ടൻറ്ററായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി അതിനേക്കാൾ ഒരുപക്ഷെ അടുത്ത ബന്ധം ഇവർക്കെല്ലാവർക്കുമുണ്ട്. അത് AICCയുടെ പ്രസിഡൻ്റായിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെക്കുണ്ട്, രാഹുൽ ഗാന്ധിക്ക് നേരത്തെ മുതലുണ്ട്, പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിൽ പോലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച KC വേണുഗോപാലിന്റെ ഒരു നിർബന്ധത്തിലാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ മത്സരം നടന്നത്. അതായത് അതൊരു ട്രൈ ജംഗ്ഷൻ എന്നുള്ള ഒരു സിനാരിയോ കൊണ്ടുവരുന്നത് പോലും KC വേണുഗോപാലിൻ്റെ താല്പര്യത്തിലും KC വേണുഗോപാലിൻ്റെ നിർദ്ദേശത്തിലുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളുമായിട്ടും നല്ല ബന്ധം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമുണ്ട്. അതായത് അവർക്ക് ഇവർ രണ്ടു കൂട്ടരെയും തള്ളാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടു കൂട്ടരെയും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ തൽക്കാലം VD സതീശനെയും KC വേണുഗോപാലിനെയും മാത്രമാണ് പറയുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയെ അവർക്ക് ഒരു കാരണവശാലും തള്ളാൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്ന് തുടങ്ങി ഇപ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും അച്ഛനും മുത്തശ്ശനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയും ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ മൂന്ന് കൂട്ടരെയും തള്ളാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം, അതൊരു ഡയലമയായിട്ട് അവരുടെ മുമ്പിലുണ്ടോ? അതുകൊണ്ടുകൂടിയാണോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്? ഇപ്പോൾ നടക്കുന്നൊരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. മുൻ KPCC പ്രസിഡന്റുമാരെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു, സീനിയർ ലീഡേഴ്സ് എന്ന് കരുതുന്ന കേരളത്തിലെ സീനിയർ ലീഡേഴ്സ് തന്നെയാണ് കോൺഗ്രസിൻ്റെ, അവരെ വിളിച്ച് അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ ഇവരോടെല്ലാവരോടും ചോദിച്ചതിന് ശേഷം, എല്ലാവരുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങളിത് ഒരു തീരുമാനത്തിലെത്തി എന്നുള്ളൊരു ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ ഹൈക്കമാൻഡ്? ആരെയും പിണക്കാതെ ഞങ്ങൾ എല്ലാവരുമായിട്ടും സംസാരിച്ചു, അതിന് ശേഷമാണ് ഞങ്ങൾ ഈ തീരുമാനം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ദുർഘടമായൊരു പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുകയാണ്. തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യത്തിൽ തന്നെ പെട്ടുകിടക്കുകയാണ്. അതിനേറ്റവും പ്രധാന കാരണം ഈ ജനവിധിയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് അവരിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫേസ്ബുക്ക് വാളിലാണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് മലയാളികളുടെ കമൻ്റാണ് വരുന്നത്. രാഹുലിനോടും പ്രിയങ്കയോടുമുള്ള ബഹുമാനം എക്സ്പ്രസ് ചെയ്തതിന് ശേഷമാണ് ഈ അടുത്ത ആവശ്യത്തിലേക്ക് മിക്കവാറും പോസ്റ്റുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ രണ്ട് നേതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ സ്വഭാവം ഏത് ഘട്ടത്തിലും മാറാം. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും പൊതുവായി തന്നെ രാഹുൽ ഗാന്ധി എന്ന ദേശീയ നേതാവിനോടൊരു മമതയുണ്ട്. അതാണ് നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് തോന്നുന്നു ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ. കാരണം രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്നത് രാഷ്ട്രീയത്തിലെ ശുദ്ധത എന്ന ഒരു സംഗതിയോ
അതോടൊപ്പം തന്നെ ഈ കാസ്റ്റ് സെൻസസ് പോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ഒരു ഇൻക്ലൂസീവായ ജനാധിപത്യം കൊണ്ടുവരണം എന്ന കുറച്ചുകൂടി ഐഡിയോളജിക്കലായ ഒരു പൊസിഷനാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ നിലനിർത്തുന്ന ഘടകം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ആശയപരിസരമുള്ളത് യഥാർത്ഥത്തിൽ വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഒരു പുതിയ ജനറേഷൻ നേതാവിൻ്റെ സ്വഭാവം കാണിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള വൈരത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ഒരു പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എടുക്കുന്നത് കെ സി വേണുഗോപാലാണ്. എല്ലാം ഗ്രൂപ്പാണ് തീരുമാനിക്കേണ്ടത്, എല്ലാം വടംവലികളാണ് തീരുമാനിക്കേണ്ടത്, എല്ലാം മേലെത്തട്ടിൽ മാനേജ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന മട്ടിൽ പഴയ കോൺഗ്രസ് ഡൈനാമിക്സ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കെ സി വേണുഗോപാലാണ്. പരമ്പരാഗതമായ ഒരു രീതി അനുസരിച്ച് സീനിയോറിറ്റി അത്തരം കാര്യങ്ങൾ അത് കേരള പൊളിറ്റിക്സിനെ സംബന്ധിച്ച് ബഷീർ പറയുന്നത് ശരിയായിരിക്കും. കേരള കോൺഗ്രസിൽ അല്ല, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സതീശനും രാഹുൽ ഗാന്ധിയുമാണ് ഐഡിയോളജിക്കലി അലൈൻഡ് ആവേണ്ടത്. പിന്നെ എവിടെയാണ് ഈ കൺഫ്യൂഷൻ വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരിയായിരിക്കാം. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പം വോട്ട് ചോരിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആരോപണം, അതുപോലെ ഒരു നെഹ്റുവിയൻ സോഷ്യലിസത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹം മൻമോഹൻ സിംഗ് സർക്കാർ അധികാരത്തിലിരിക്കെ കോർപ്പറേറ്റ് അജണ്ടകൾക്കെതിരെ എടുത്ത നിലപാടുകൾ, ഇതൊക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഈ നിലപാട് വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ഷെയ്പ്പ് ചെയ്യുന്നതിലോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലോ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ വഹിച്ചൊരു പങ്കിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നടക്കുന്നു. സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം ആ യാത്രയുടെ വിജയത്തിന് അതിന് രാഹുൽ ഗാന്ധിക്ക് ഒരു പക്ഷേ തള്ളിക്കളയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്ത പോലെ ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലാതെ അതിൻ്റെ ഒരു ആശയം എന്ന മട്ടിലോ ആ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ച ആളെന്ന മട്ടിലോ അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം തീരുമാനിച്ച ആളെന്ന മട്ടിലോ ആയിരിക്കില്ല. അങ്ങനെ ഞാൻ കെ സി വേണുഗോപാൽ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നുമില്ല. ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന ഒരാൾ, ഒരുപക്ഷെ പണ്ട് ഗുജറാത്തിൽ നിന്ന് അഹമ്മദ് പട്ടേലൊക്കെ ചെയ്ത പോലെ ഈ കാര്യം ഇത്രയും പരിമിതമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിലും ഇതിനെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്ന നിലയിലുള്ള പരിഗണനയായിരിക്കും. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ ഈ ആശയപരിസരം അവിടെ ഉണ്ടായിരിക്കെ തന്നെ അതിനെ ഈ ലിമിറ്റഡ് സർക്കംസ്റ്റാൻസസിൽ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ നിൽക്കുന്ന ഒരാൾ, അതിനെ മാനേജ് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരാൾക്കും ഒരു റോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ അതൊരു മോശം കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ സത്യസന്ധത രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. കാരണം കെ സി വേണുഗോപാലിനല്ല ജനം വോട്ട് ചെയ്തത്. കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കെ സി വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഈ സോക്കോൾഡ് ധാർഷ്ട്യം എന്ന് നമ്മൾ പറയുന്ന പെർസീവ്ഡ് ധാർഷ്ട്യം എന്ന് പറയുന്നതിനെ ചിലപ്പം ഒരു ടേം കൂടി ജനം ടോളറേറ്റ് ചെയ്തേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കെ സി വേണുഗോപാലിന് കേരളത്തിൽ ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടില്ല. കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റാണിത് എന്നതുകൊണ്ട് മാത്രം ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിന് അദ്ദേഹം നമ്മൾ നേരത്തെ പലവട്ടം ഡിസ്കസ് ചെയ്ത പണം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു, അദ്ദേഹം ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടു എന്ന സാഹചര്യത്തെ ദുരുപയോഗപ്പെടുത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാത്ത നേതാക്കളല്ല കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ. അല്ല, ആ നിലയ്ക്ക് ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ടിരിക്കെ അവർക്ക് കെ സി വേണുഗോപാലിനോട് കൃത്യമായിട്ട് മാറി നിൽക്കണം എന്ന് പറയാം. രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ മാറി നിന്നതാണല്ലോ. കഴിഞ്ഞ ദിവസം പരിശോധിക്കുമ്പോൾ കെ സി വേണുഗോപാൽ 10-ലധികം തവണ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, എൻ്റെ പേര് നിങ്ങൾ ഒഴിവാക്കിയേക്കൂ, ഞാൻ മുഖ്യമന്ത്രി മത്സരത്തിനില്ല എന്ന് പലതവണ ആവർത്തിച്ച് വോട്ടിനുള്ള തീയതി നിശ്ചയിച്ചതിന് ശേഷം പോലും കെ സി വേണുഗോപാൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നൊരാൾ ഞാനില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൂടി കേന്ദ്ര നേതൃത്വത്തിനുണ്ടെങ്കിൽ അങ്ങനെ ജനങ്ങളുടെ മേലെ ഒരു ജനങ്ങളെ പരിഹസിക്കുന്ന വിധത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കേണ്ടതല്ലേ ദേശീയ നേതൃത്വം? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു ലീഡർഷിപ്പ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അടുത്ത ബന്ധമുള്ള ഒരാളാണ് കെ സി വേണുഗോപാൽ.
ഇവിടുത്തെ മാൻഡേറ്റ് അവിടെ മത്സരിച്ച നേതാക്കളിൽ ഒരാൾക്ക് എന്ന നിലയിൽ വേണം കാണാൻ എന്ന് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് കെ.സി. വേണുഗോപാലിൻ്റെ മികവല്ല, സത്യത്തിൽ ഈ പറയുന്ന ലീഡർഷിപ്പിൻ്റെ വലിയ പരാജയമായിട്ട് നമ്മൾ കാണുന്നത്. അതാണല്ലോ യഥാർത്ഥ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പരാജയമാണ്. ഒരു പക്ഷേ ഇത്രയും ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി എന്നത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നതായിരിക്കണം. കെ.സി. വേണുഗോപാൽ ആണ് യഥാർത്ഥത്തിൽ പാർട്ടി നടത്തുന്നത്. അദ്ദേഹത്തിന് മേലെ ഒരു തീരുമാനം നടപ്പാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്കോ ഖാർഗെക്കോ കഴിയാത്ത സാഹചര്യമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള കോൺഗ്രസ് എന്ന് മലയാളികളിൽ ആദ്യമായി മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ പല കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ MLA-മാരുടെ പിന്തുണയിൽ കൂടുതൽ കെ.സി. വേണുഗോപാലിനാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ആ പിക്ചറിൽ പോലും അങ്ങനെയായിരുന്നു. അതായത് നിരീക്ഷകർ വന്ന് ഇവിടുന്ന് മാർക്ക് ചെയ്ത് പോയൊരു ചിത്രം ഫോട്ടോഗ്രാഫർ അബദ്ധത്തിൽ അവരുടെ കയ്യിലിരിക്കെ ഫോട്ടോഗ്രാഫർ എടുത്ത വളരെ ക്ലവറായിട്ടുള്ളൊരു ചിത്രം, അതിൽ കെ.സി. വേണുഗോപാലിനാണ് എല്ലാവരും തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഇൻക്ലൂഡിങ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പോലും അദ്ദേഹത്തിനാണ് പിന്തുണ കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. മറ്റ് ചർച്ചകൾക്ക് ശേഷവും കെ.സി. വേണുഗോപാലാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള ഫീല് നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ നടക്കുന്നത് മുൻ KPCC അധ്യക്ഷന്മാർ, ഇപ്പോഴത്തെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ ഇവരെ വിളിച്ച് ലീഡർഷിപ്പ് സംസാരിക്കുന്നു. ഈ എല്ലാ സംസാരത്തിന് ശേഷവും ഭൂരിഭാഗം ആളുകളും KCയെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞ് കെ.സി. വേണുഗോപാലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ളൊരു ശ്രമമാണോ ഹൈക്കമാൻഡ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ ആയിരിക്കാം. കാര്യങ്ങൾ കെ.സി. വേണുഗോപാലിനെ നേരത്തെ തീരുമാനിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന തീരുമാനം നിലനിൽക്കെ തന്നെ അവിടേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അഭിപ്രായം കൂടി സ്വരൂപിച്ചെത്തിക്കുന്ന ഒരു പ്രക്രിയയായിരിക്കാം നമ്മൾ കാണുന്നത്. തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടാവണം. അത്രമാത്രം നിസ്സഹായമായിരിക്കണം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ കയ്യിൽ സുദൃഢമായുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. ഈ കേരളത്തിലും അവരുടെ ജനസമ്മതി നഷ്ടപ്പെട്ടു പോകും എന്ന ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ ആവുക എന്നതിനേക്കാൾ വലിയ പരാജയം സംഭവിക്കാൻ പോകുന്നത് കേരളവും കോൺഗ്രസിന് കൈവിട്ടു പോകും എന്ന അവസ്ഥ. അതിപ്പോൾ ഒരു 5 വർഷത്തിനപ്പുറമുള്ളൊരു സിനാരിയോ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പക്ഷേ എങ്കിൽ പോലും ലോക്സഭയിലേക്ക് കേരളത്തിൻ്റെ ഒരു മാൻഡേറ്റ് കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. ഞാൻ ചോദിക്കുന്നത് അല്ല, ഈ സീൻ തന്നെ ആവണമെന്നില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വി.ഡി. സതീശനെ സംബന്ധിച്ച് വി.ഡി. സതീശൻ കഴിഞ്ഞ 2021 പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇങ്ങോട്ട് അദ്ദേഹം നടത്തിയ വലിയ പ്രവർത്തനങ്ങളുണ്ട്. വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻകാലത്ത് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളുകൾ നടത്താത്ത വിധത്തിലുള്ള പ്രവർത്തനം എന്ന് നമ്മൾ പറയണം. ഇപ്പോൾ 1996 മുതൽ 2001 വരെയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന A.K. ആൻ്റണി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും അദ്ദേഹം ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല. ഒരു വലിയ ജനരോഷം അന്നത്തെ ഭരണത്തിനെതിരെ ഉണ്ടായ ഘട്ടത്തിൽ UDF അധികാരത്തിലേക്ക് വരുന്നു. അതിനുശേഷം 2006 മുതൽ 2011 വരെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ വലിയ സമരങ്ങളോ വലിയ പ്രശ്നങ്ങളോ വലിയ ആരോപണങ്ങളോ ഒന്നും ഉയർത്തിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. പക്ഷേ 2011 അന്നത്തെ എക്സിസ്റ്റിംഗ് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. 2021-26 പക്ഷേ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിയമസഭയ്ക്കകത്ത് വലിയ പ്രതിഷേധവും വലിയ പ്രശ്നങ്ങൾ ഉന്നയിക്കലും വലിയ തോതിൽ ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കാനും വി.ഡി. സതീശന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറേയൊക്കെ പുറമേക്ക് സഭയ്ക്ക് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും വി.ഡി. സതീശന് സാധിച്ചിട്ടുണ്ട്. വി.ഡി. സതീശൻ വളരെ കൃത്യമായി കാൽക്കുലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം, ടീം UDF എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, ഘടകകക്ഷികളെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് നിർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ഒരു വൈഭവം, ചില ആളുകളെ പുറത്തു നിർത്തുന്നതിൽ അദ്ദേഹം കാണിച്ച ചില തീരുമാനങ്ങൾ, ഇതൊക്കെ ഈ വിജയത്തിലേക്ക് പാർട്ടി സംവിധാനങ്ങൾക്ക് പുറത്തുള്ള വോട്ടിന്റെ അതിന്റെ ക്ലസ്റ്റേഴ്സിനെ കൂടി കൂടെ പിടിക്കും. അതാണ് ഏറ്റവും വലിയ മികവായി ഞാൻ കാണുന്നത്. അതെ, ആ മികവ് അദ്ദേഹത്തിനുണ്ടായത് ഞാൻ ഈ പറഞ്ഞ പല കാരണങ്ങളാലാണ്. അതായത് നിയമസഭയ്ക്കുള്ളിലെയും നിയമസഭയ്ക്ക് പുറത്തെയും പ്രകടനം, ചില വ്യക്തികളെ ആരോപണ വിധേയരായ ആളുകൾ നീക്കി നിർത്താൻ അദ്ദേഹം കാണിച്ച ചില മിടുക്ക്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ പാർട്ടിക്കും മുന്നണിക്കും പുറത്തുള്ള വോട്ടർമാരെ അദ്ദേഹത്തിലേക്കോ UDFിലേക്കോ യോജിപ്പിച്ച് നിർത്താൻ ഇടയാക്കിയ കാരണങ്ങൾ. ആ നിലയ്ക്ക് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അനുകൂലമായൊരു ജനവികാരമുണ്ട് എന്ന് നമ്മൾ
അനുമാനിക്കുന്നത്. ഈ ജനവികാരത്തെ അവഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് പോവുകയാണെങ്കിൽ, മുൻകാലത്ത് ഇപ്പോൾ 2011 വി ഡി സതീശന് മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ KSU പ്രസിഡന്റ് സ്ഥാനം, അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം, KPCC പ്രസിഡന്റ് സ്ഥാനം, ഇങ്ങനെ പലതും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ ഒരുപാട് സ്ഥാനങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇനിയും ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോയി കഴിയുകയാണെങ്കിൽ സതീശൻ വളരെ സൈലൻ്റായി കിട്ടുന്ന ഒരു മന്ത്രിസ്ഥാനവും വഹിച്ചുകൊണ്ട് കോൺഗ്രസിൽ തുടരും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കും, അങ്ങനെ തുടരും എന്ന് തന്നെ നമ്മൾ കരുതണോ? ഞാൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യത്തിൽ സതീശൻ ആ മന്ത്രിസഭയിൽ ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലും വിശ്വാസവും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട റോളുകൾ, വകുപ്പുകൾ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഒരു പക്ഷേ സതീശൻ അതിൻ്റെ കൂടെ ഉണ്ടാകാം. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയോ അല്ലെങ്കിൽ രമേഷുമായി പങ്കിടുകയോ ചെയ്യുന്ന സാഹചര്യത്തിനപ്പുറത്ത് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ നിലവിലുള്ള സിനാരിയോ കേരളത്തിൽ വലിയ പൊളിറ്റിക്കൽ ചേണിങ് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളതിന് താൽക്കാലികമായ ഒരു ആഘോഷം സംഘടിപ്പിക്കാൻ പറ്റാത്തതിലെ നിരാശയായി കുറച്ച് കാണേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPIM-നകത്ത് പോലും വലിയ തോതിലുള്ള രാഷ്ട്രീയമായ നിരാശ ബാധിച്ച ഒരു സന്ദർഭമാണിത്. കേരളത്തിൻ്റെ ഒരു ചരിത്രമെടുത്താൽ നമ്മളുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ അടിത്തട്ടിൽ നിന്ന് ജനങ്ങളുടെ പിന്തുണ ഇത്രയേറെ പരസ്യമാക്കപ്പെട്ട മറ്റൊരു നേതാവ് VS അച്യുതാനന്ദനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു നേതാവിന് നേരെയും ഒരു നേതാവിനെ ചൂണ്ടി ഇത്രയും വലിയ പരസ്യ പ്രകടനങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് VS എന്താണോ CPIM-ൽ ചെയ്യാതിരുന്നത് അത് വേണമെങ്കിൽ കോൺഗ്രസിനോട് ചെയ്യാം. അതായത് വേറൊരു പാർട്ടി ഉണ്ടാക്കി പോവുക എന്ന സാഹചര്യം ഉൾപ്പെടെ, ആ സാധ്യത ഉൾപ്പെടെ യഥാർത്ഥത്തിൽ സതീശൻ്റെ മുമ്പിലുണ്ട്. അത് ഞാൻ പറവൂര് വിട്ടുകൊടുക്കാം, വേണുഗോപാൽ അവിടെ മത്സരിച്ച് വിജയിക്കട്ടെ എന്ന് അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞതായി പറയുന്ന ആ സെൻറ്റൻസിൽ ഞാൻ കാണുന്നത് ആ ഭീഷണിയാണ്. യഥാർത്ഥത്തിൽ ഭീഷണിയല്ല, അദ്ദേഹത്തിൻ്റെ ആ തീരുമാനമാണ്. ഒരു പക്ഷേ ഇത് ഏതെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതേ അല്ല, അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും നമ്മളുടെ മുമ്പിലില്ല. പക്ഷേ സതീശന് മുമ്പിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ജനകീയമായ ഈ പിന്തുണ അങ്ങനെ ഒരു വാതിൽ തുറന്നിടുന്നുണ്ട്. പ്രത്യേകിച്ചും വലിയ നിരാശ ബാധിച്ച ഒരു ഇലക്ടറേറ്റാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ സതീശൻ ഒരു പുതിയ മൂവ്മെൻറ്റുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഈ നിരാശ ബാധിച്ച ആളുകളെ മുഴുവനായും അതിലേക്ക് കൂടെ കൂട്ടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലേക്ക് പോകാം. കോൺഗ്രസിനെ സംബന്ധിച്ച് രാജസ്ഥാനോ മധ്യപ്രദേശോ പോലൊരു സ്റ്റേറ്റായിട്ട് കേരളത്തെ, ഇപ്പോൾ കേരളം വലുതാണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ ശരീരം വെച്ച് നോക്കുകയാണെങ്കിൽ രാജസ്ഥാനോ മധ്യപ്രദേശോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ വലിയ സംസ്ഥാനങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ 3-4 ദിവസം കൊണ്ട് തീരുമാനമെടുക്കാൻ ആ നേതൃത്വത്തിന് കഴിഞ്ഞു. അവിടെ വലിയ തോതിൽ ജനപിന്തുണയുള്ള ഇലക്ഷനെ നയിച്ച 2 ലീഡേഴ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ 2 പേരെ മുഖ്യമന്ത്രിയാക്കാൻ അവർക്ക് സാധിച്ചു. ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം ബഷീർ ഈ പറഞ്ഞൊരു സാധ്യത അവിടെ അവശേഷിക്കുന്നതുകൊണ്ടാണോ? അങ്ങനെ ഒരു ചില മുന്നറിയിപ്പുകൾ കോൺഗ്രസ് ലീഡർഷിപ്പിലേക്ക് ഒരുപക്ഷെ എത്തിയതുകൊണ്ടായിരിക്കുമോ ഈ മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാലിന് അലോക്കേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വലിയ ഡാമേജ് ഉണ്ടാക്കാൻ പാകത്തുള്ള ചില മൂവ്മെൻറ്റ്സ് ഉണ്ടായേക്കാം എന്നുള്ളൊരു ഭയം അവർക്ക്? കോൺഗ്രസിനകത്ത് ഈ സംസാരം നേരത്തെ ഉണ്ട്. ഈവൻ ഇലക്ഷൻ റിസൾട്ടിന് മുമ്പ് പോലും ഇതുണ്ട്. സതീശൻ ഒരു പക്ഷേ ഈ ഒരു റിസൾട്ട് അനുകൂലമായി വരികയും എന്നാൽ തൻ്റെ മുഖ്യമന്ത്രി പദം തട്ടിയെടുക്കപ്പെടുകയും ചെയ്താൽ മറിച്ച് ചിന്തിക്കും, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തന്നെ മാറി അതല്ലെങ്കിൽ ആ ജനപിന്തുണയെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കും എന്ന ഒരു ധ്വനി അല്ലെങ്കിൽ ആ ഒരു കിംവദന്തി അതല്ലെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിൽ ചെറിയ തോതിൽ. പക്ഷേ നമുക്ക് ആ തരത്തിൽ എന്തെങ്കിലും നീക്കം സതീശൻ നടത്തിയതായി നമ്മളുടെ മുമ്പിൽ ഒരു ഇൻഫർമേഷനും ഇല്ല. പക്ഷേ ഈ കാര്യം കോൺഗ്രസിനകത്ത് ചെറിയ സർക്കിളിൽ സ്പ്രെഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സതീശന് മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരു പക്ഷേ സതീശൻ്റെ മൂവ്മെൻറ്റ്സ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച്
കാൽക്കുലേറ്റ് ചെയ്തവരുടെ ചിന്ത മാത്രമാകാം. ഞാൻ പറയുന്നത് അതല്ല. നിലവിലുള്ള സാഹചര്യത്തിൽ കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി പദം നൽകി വി ഡി സതീശൻ മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പിൽ കോൺഗ്രസിൽ തുടർന്ന് ഇപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ നടക്കുന്ന എഫർട്ടിനേക്കാൾ എളുപ്പമായിരിക്കും ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നത്. അത്രയും വോളട്ടൈലാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ. അതല്ലാതെ ഏതെങ്കിലും അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതല്ല, പക്ഷേ അത്രയും വോളട്ടൈലായ അവസ്ഥയിലാണ് രാഷ്ട്രീയമുള്ളത്. അതായത് ഏത് നിലയ്ക്കും കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതൃത്വത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു പ്രകടിതമായ രൂപമായിട്ട് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ചുള്ള തീർച്ചയായും അനിശ്ചിതാവസ്ഥ അതായത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കാലവിളംബം ഉണ്ടാകുന്നു എന്നതല്ല ആ പരാജയം. ഇന്ത്യയിലെ കോൺഗ്രസ് ഘടകങ്ങളിൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന കേരളത്തിൽ പോലും വിശ്വാസ്യത ഉണ്ടാക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ നേരിടുന്ന ക്രൈസിസ്. റൈറ്റ്. എന്തായാലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ നാളെ ആ പ്രഖ്യാപനം ഉണ്ടായേക്കാം. എന്ത് പ്രഖ്യാപനമാണെങ്കിലും ആ പ്രഖ്യാപനത്തിലെ കാലവിളംബം ഇതുപോലെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ സാഹചര്യം ഇതൊക്കെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ ദൗർബല്യമായോ തീരുമാനമെടുക്കുന്നതിൽ ആ നേതൃത്വത്തിന് കൂടുതൽ ബന്ധമുള്ള ഒരു പാർട്ടി ഘടകത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് പോകാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ ഒരു വലിയ പരാജയത്തിൻ്റെ ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കും. അതുകൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ നമ്മളുടെ മുമ്പിലേക്ക് നൽകുന്ന ഒരു സന്ദേശം. എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.